ഇവിടെ വന്നാൽ പലതരം അനുഭവങ്ങളാണ്. നമ്മളിവിടുത്തെ ആംബിയൻസ് കണ്ടു, ഇവിടുത്തെ ഏറുമാടങ്ങൾ കണ്ടു, നമ്മളിവിടെ പക്ഷികളെ അടുത്തറിയാനുള്ള സാഹചര്യം കണ്ടു. ഇനി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വേറൊരു സംഭവമാണ് സിപ്പ് ലൈൻ. പലപ്പോഴും പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ സിപ്പ് ലൈൻ, ഒരു റോപ്പ്, ഒരു കമ്പിയിൽ കൂടി തൂങ്ങിപ്പോകുന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിനുള്ളൊരു സാഹചര്യം ഇവിടെയുണ്ട്. ഇതാ എൻ്റെ പിന്നിൽ കാണുന്ന ഒരുപാട് കുട്ടികളൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് മുകളിൽ കയറുന്നുണ്ട്. പ്രായഭേദമന്യേ പലരും അത് എൻജോയ് ചെയ്യാനായിട്ട് അവിടെ എത്തുന്നുണ്ട്. നമ്മുടെ ഒപ്പം പാപ്പ ഫ്രെയിംസിൻ്റെ ഒപ്പം ടൂർ വന്നിട്ടുള്ള ചിലരൊക്കെ ഈ സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇതാണ് സിപ്പ് ലൈനിൻ്റെ കൗണ്ടർ. ഹൗ മച്ച് ഫോർ ദിസ്? 100 രൂപയാണ് അവരിതിനെ ചാർജ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് പേര് വരിയിൽ നിൽക്കുന്നുണ്ട്. അവരിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അവരിൽ പലരും ആദ്യമായിട്ടാണ് ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നത് തോന്നുന്നു. നമുക്ക് അവരോട് തന്നെ അവരുടെ അനുഭവം ചോദിച്ചറിയാം. ഹായ് ബ്രോ, എന്താണ് വിശേഷം? നല്ല വിശേഷം. എങ്ങനെയുണ്ട് ടൂർ ഇതുവരെ? കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് സിപ്പ് ലൈനിന്റെ ഒരു ലൈനിലല്ലേ? മുന്നേ സിപ്പ് ലൈനിൽ പോയിട്ടുണ്ടോ? എന്താണ് തോന്നുന്നത്? പേടി ചെറുതായിട്ടുണ്ട്. പേടിക്കേണ്ട കാര്യങ്ങളെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എന്തായാലും മോന്റെ പേരെന്താ? ദീപക് ദേവ്. ദീപക് ദേവ് ഈ സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വരിയുടെ മുന്നിൽ നമ്മുടെ മറ്റു കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ കൂടെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഹട്ട് ഇപ്പൊ അവിടേക്ക് കിടക്കുന്ന ഈ ലൈൻ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ വളരെ കൂളായിട്ടാണ് നമ്മുടെ രണ്ട് ചെറുമിടുക്കന്മാർ ഇവിടെ നിൽക്കുന്നത്. ഹായ് മോൻ, എന്താ പേര്? നമ്മുടെ കൂടെ വന്നവർ വളരെ എനർജറ്റിക് ആയിട്ടുള്ള രണ്ടുപേരാണ്. നിങ്ങൾ ആദ്യമായിട്ടാണോ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? രണ്ടുപേർക്കും ചെറുതായിട്ട് പേടിയുണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട് പേടിയുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നിങ്ങൾ എത്ര പേര് ഇപ്പൊ സിപ്പ് ലൈനിൽ കയറുന്നുണ്ട്? 3. തീർച്ചയായിട്ടും എന്താണ് തോന്നുന്നത്? എക്സൈറ്റ്മെന്റ് ഉണ്ടോ നിങ്ങൾക്ക്? പേടിയുണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു അനുഭവമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പറ്റട്ടെ. നമ്മുടെ കൂടെ വന്നവരില് ഒരു കുഞ്ഞി കാന്താരി ഉണ്ട്. നമ്മുടെ ജോജോ ചേട്ടന്റെ മകളാണ് ജൂഡ്. ജൂഡ് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4. ഇനി 5ലേക്ക്. 4ൽ നിന്ന് ഇനി 5ലേക്ക് പഠിക്കാൻ പോവാണ്. അപ്പൊ ജൂഡ് ആദ്യമായിട്ടാണോ ഇതിലേക്ക് കയറുന്നത്? പേടിയുണ്ടാ? ചെറുതായിട്ട് പേടി ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചിരിച്ചുകൊണ്ട് തന്നെ ഈ സിപ്പ് ലൈനിൽ കൂടെ ജൂഡു പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ജൂഡു എന്തായാലും അടിച്ചു പൊളിച്ച് തിരിച്ചു പോവാം. ഓക്കെ. നമ്മള് സിപ്പ് ലൈനിൽ കയറാനായിട്ടുള്ള വലിയ വരി കണ്ടു. ആ വരി ചെന്ന് അവസാനിക്കുന്ന ഇവിടെയാണ്. നമ്മൾ വരിയിൽ നിന്ന് അവരോടൊക്കെ പേടിയുണ്ടോന്ന് ചോദിച്ചാൽ ചെറിയ പേടിയുണ്ടെങ്കിലും അവരൊക്കെ അതിന് തയ്യാറായത് ഈ കാണുന്ന സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ സിപ്പ് ലൈനിൽ കയറാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും പേടിക്കേണ്ടതില്ല. കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഇത് റോപ്പൊക്കെ കൃത്യമായിട്ട് ചെയ്ത് ഹെൽമെറ്റൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്ത് പോയിട്ട് ഒരു ചെറിയൊരു കോണി കയറിയിട്ടാണ് സിപ്പ് ലൈൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നീങ്ങുന്നുണ്ട്. നിങ്ങൾ ആ കാഴ്ചകളൊക്കെ കാണും.
അപ്പൊ നമ്മള് നേരത്തെ നമ്മുടെ കൂടെ വന്നിട്ടുള്ളതില് ചില മിടുക്കന്മാരും മിടുക്കികളൊക്കെ സിപ്പ് ലൈനിൽ കയറാൻ പോയതായിട്ട് കണ്ടു. അവരോട് നമ്മൾ കയറാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇപ്പൊ അവര് സിപ്പ് ലൈനിന്റെ അത് കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്തായിരുന്നു ഈ എക്സ്പീരിയൻസ് എന്നുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? വയറ്റിന്നൊരു കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ അപകടകരമല്ലല്ലോ, എൻജോയ് ചെയ്തില്ലേ? ഇനി ഇതുപോലൊരു ചാൻസ് കിട്ടേ കയറും ഉറപ്പല്ലേ? എന്താണ് മോന്റെ വിശേഷം? പേടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ പേടി മാറിയാ? ഇനി ഇതിലും വലിയൊരു സിപ്പ് ലൈൻ കിട്ടി കഴിഞ്ഞാൽ കയറുമോ? നമ്മൾ ഇന്ന് തന്നെ ചിലപ്പോ കയറൂട്ടാ. പൈസക്ക് ഫാദർ തരും. ഓക്കെ, എന്താണ് മോളുടെ എക്സ്പീരിയൻസ്? നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആദ്യം മേലെ നോക്കിയപ്പോ താഴത്തേക്കൊക്കെ പേടിയാ. ഇനിയിപ്പോ ഇതിലും വലിയ സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട് പല സ്ഥലത്തും. അപ്പൊ നമുക്ക് അവിടെയൊക്കെ ടൂർ പോകുമ്പോ അതിലൊക്കെ കയറാൻ റെഡി അല്ലേ? പേടിക്കില്ലല്ലോ, ഉറപ്പല്ലേ? പിന്നെ എന്താണ് പ്രണവ് സാർ? അവിടുന്ന് ചാടിയപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോ ബോധം പോയതുകൊണ്ടാണോ? പിന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഇത് വലിയ സിപ്പ് ലൈനിലൊക്കെ കയറണം കേട്ടോ. ഇനി അടുത്ത ടൂറിന് നിങ്ങൾ ഉണ്ടാവില്ലേ? ഈ ടൂറിന് വരാൻ പറ്റാത്ത കുട്ടികളോട് എന്താ പറയാനുള്ളത്? അവർക്കൊരു നഷ്ടമെന്ന് തോന്നുന്നുണ്ട്. പറയേ, ഇവിടെ എന്തോ പറയുന്നുണ്ട്, പറയേ. ചേട്ടന്മാർ ഈ ട്രിപ്പിന് വന്നിട്ടില്ലല്ലോ, അവരോട് എന്താ പറയാനുള്ളത്? വീട്ടിൽ പോയി അവരോട് ഈ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അവർക്ക് വലിയൊരു നഷ്ടമായിന്ന് തോന്നുന്നുണ്ടോ? എന്താ മോന്റെ അഭിപ്രായം? എല്ലാവരും അടുത്ത ട്രിപ്പിന് വരില്ലേ? അപ്പൊ ഇതിന്റെ വീഡിയോ ഒക്കെ ഇറങ്ങി കഴിയുമ്പോ കൂട്ടുകാരികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാനിങ്ങനെ സിപ്പ് ലൈനിൽ പോയി ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നൊക്കെ അവരോട് പറഞ്ഞോളൂ. അല്ല, ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ കുട്ടികൾ ഹാപ്പിയാണ്. അവർക്ക് ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും മറ്റു കാഴ്ചകളിൽ കൂടി നമുക്ക് പോവാം. ഓക്കെ.